ഞാൻ ഇവിടെ വരാതിരിക്കുന്നു. എന്നാലും സ്ലീവാച്ച നീ എന്നോട് കാണിച്ച മകാ പോക്കത്തരം ആയിക്കോട്ടോ. എൻ്റെ കൊച്ചു ഇവിടെ വന്ന് കയറിയ കാര്യം നിനക്ക് നിങ്ങളോടൊന്ന് പറയാമായിരുന്നു. മകാ മോശമായിപ്പോടാ. ഞങ്ങളെല്ലാവരും അവളെ വിളിച്ചോണ്ട് പോകാൻ വന്നാ. അമ്മച്ചി ആ പിള്ളേരെ കൊണ്ട് വിളിച്ച് കുടിച്ചു വന്ന്. എന്നത്തിന് പിള്ളേർക്ക് പറയാനുള്ള എന്നാന്ന് വെച്ചാൽ സമാധാനത്തോടെ നിങ്ങൾ. ഇല്ല വരത്തില്ല, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാ. നീ കഴിഞ്ഞ ആഴ്ച തലത്തോട് സത്യം ചെയ്തല്ലേ ഇവനുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന്. അതമ്മ എന്ന് വിഷം അടിക്കുന്നു പറഞ്ഞിട്ടല്ലേ. നീ അവളെ വിളിച്ചേർക്കടി. ദേ ബാബു, ഇവിടെ ഗുണ്ടായസൊന്നും വേണ്ട. പിള്ളേര് വരുവാണെങ്കിൽ വിളിച്ചോണ്ട് പോയിക്കോ. എടാ സ്ലീവാച്ച അത് പറയാം, നിനക്കെന്ത് യോഗ്യതരാ ഉള്ളത്? നീ നിന്റെ സ്വന്തം പെണ്ണുപോലെ ഞങ്ങളുടെ ബലാത്സംഗം ചെയ്തല്ലേ? വീട്ടുമുറ്റത്ത് വന്ന് ഞങ്ങളുടെ ചെറുക്കിനെ വേണ്ടാതീനെ പറഞ്ഞോണ്ടല്ലോ തെങ്ങ് മുടക്കാലെടുത്തടിക്കും ഞാൻ. അനേജി ചുമ്മാ എന്നത് കുടിച്ചു വന്ന്. ഡേഡി നീ അങ്ങോട്ട് ചെല്ലേ ചെല്ലേ. നീ കൊണ്ടിരുന്നു. നമുക്ക് സംസാരിക്കാം. ചേച്ചി അത്തരേ കുട്ടിച്ച് ഇവൾ എന്റെ കൂടെ പെങ്ങളല്ലേ. ഇവർക്ക് മോശം ഒരു കാര്യം ഞാൻ കയറി പിടിക്കുന്നു കുട്ടിച്ചന് തോന്നുന്നുണ്ടോ? എന്നെ കുട്ടിച്ചൻ അങ്ങനെയാണോ കണ്ടേക്കണേ? എടാ വിദ്യാഭ്യാസ ലോൺ അല്ലാത്ത ലോൺ പണയം വെച്ചത് ഈ രണ്ടെണ്ണത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനും ഗ്രേസിയും കൂടി വട്ടക്കൊട്ട വെള്ളം കോരുന്നത് നീ കാണുന്നില്ല ദിവസവും. ഇവിടെ നിന്ന് പുറത്തു പോയി എൻ്റെ വീടൊന്ന് കര കയറുമെന്ന് ഓർത്തിരിക്കുമ്പോഴാ ഇക്കട്ടെങ്കിൽ എൻ്റെ മാതാവ് എൻ്റെ കൊച്ചിൻ്റെ ഭാവി പോയല്ലോ. എന്റെ കുട്ടിച്ച ആണും പെണ്ണും തമ്മിൽ മനസ്സിലാക്കി ജീവിക്കുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാവി അത് ഇവര് തമ്മിലുണ്ട്. അതെനിക്ക് അറിയാവുന്നതാ. പിന്നെ ഇവൻ എന്റെ കൂട്ടുകാരനാണ്. ഇവന് ഞാനാ ഗ്യാരണ്ടി. പോരെ കുട്ടിച്ച ഒരു ചായ എടുത്ത് കുടിച്ചേ. ഒരു ചായ എടുത്ത് കുടിക്കുന്നു. ആ പുറത്ത് ഓഫീസർമാർക്കും ചായ കൊടുക്കുന്നു. നീ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ഇവിടെ ഉള്ള ഇഷ്ടമുള്ളവരുടെ കൂടെ ചോദിച്ചോട്ടെ, അതൊന്നും ഞാൻ കുഴപ്പമില്ല. എന്നാലും ഭാരതയ്ക്ക് എന്ത് ചെയ്യും? അത് ബാക്കിക്കുമല്ലേ. എനിക്കിവിടെ മാത്രമല്ല ഇതിൻ്റെ ഇളയത് പറഞ്ഞ ഉണ്ട്. ബാധ്യതയുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അപ്പച്ചനും അമ്മച്ചും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾ തന്നെ അങ്ങ് തീർത്തോളാം. അല്ല ബെറ്റ്സി? നീയൊക്കെ എന്താണ് ചെയ്യാ? ഇനി നീ ഞങ്ങളോട് യാതൊരു ബന്ധവുമില്ല. പള്ളിക്കാരുടെ ഇടയിൽ നാട്ടുകാരുടെ അടുത്തും അപ്പച്ചായനും മമ്മീനെ നാട്ടിച്ചപ്പോൾ നമുക്ക് മതിയായില്ലേ. എൻ്റെ മക്കള് സുഖമായിട്ട് ജീവിച്ചു. മോളെ അവന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്ക. കഴിച്ചായിരുന്നോ? ഇല്ല, കഴിച്ചോളൂ. ഞാൻ കുറെ ആലോചിച്ചു. താൻ പറഞ്ഞത് ശരിയാ. നമ്മൾ വെറുതെ ജീവിതം വെച്ച് റിസ്ക് എടുക്കണം. എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ. എപ്പോഴാന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടാക്കിയേക്കാം. ആ പിന്നെ അമ്മച്ചി ഇപ്പൊ ഇതൊന്നും അറിയണ്ട. അമ്മച്ചി ഈ മഴ കുറവ് ലക്ഷമില്ല കേട്ടോ. ധ്യാനത്തിന്റെ ആശ്വാസമല്ലേ, ഞാൻ കൊണ്ടുവിടാം. മോളെ ഒരുങ്ങ്, അവൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു.
യോഗം ഇന്ന് പര്യവസാനിക്കുക. ഇത് ദൈവത്തിന്റെ വലിയൊരു കൃപയാണ്. നമുക്ക് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ചേർന്ന് പറയാമോ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതോടൊപ്പം തന്നെ ഒരു വലിയ സന്തോഷ വാർത്ത കൂടെ നിങ്ങളോടൊപ്പം പങ്കുവെക്കാനുണ്ട്. നമ്മുടെ പ്രിയ ശ്രീവാച്ചൻ ഇവിടെ ഉണ്ടായിരുന്നു. ശ്രീവാച്ച, ഒന്ന് എണീറ്റ് നിന്നേ. ശ്രീവാച്ചനെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെ ശ്രീവാച്ചനെ നാം കാണുന്നുണ്ട്. അദ്ദേഹം നേടിയ അംഗീകാരം നാം മനസ്സിലാക്കി. അദ്ദേഹം സ്വയമായിട്ട് വളർത്തിയെടുത്ത ഒരു പ്രത്യേകതരം കുരുമുളക് ചെടി നാഷണൽ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വിലയിരുത്തുകയും ദേശീയ തലത്തിൽ അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇത് ഈ നാടിന് ലഭിച്ചൊരു വലിയ അംഗീകാരമായിട്ട് നമുക്ക് കാണാം. ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു മാതൃകയാണ് പ്രിയ ശ്രീവാച്ചൻ എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് കരഘോഷങ്ങളോടുകൂടി പ്രിയ ശ്രീവാച്ചന് അനുമോദനങ്ങൾ അർപ്പിക്കും. ഞാനേ ആ നേരത്തെ കഴിഞ്ഞ പരിപാടി നോക്കട്ടെ. അവജയൊക്കെ വിളിച്ചോ, ഞാൻ അവിടെ ഉണ്ടോ? മോള് നാളെ പോവല്ലേ? കുട്ടായി എന്നോട് പറഞ്ഞു. അവനും എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാ. അമ്മച്ചി, ഓ, ഇച്ചാൻ എന്താ ഇത്ര നാളെ കല്യാണം കഴിക്കാണ്ടിരുന്നു? എൻ്റെ പൊന്നു മോളെ, അവന് കല്യാണപ്രായം ആയപ്പോൾ തൊട്ട് പെണ്ണാലോചിക്കുന്നതാ. ഒരുപാട് ആലോചനകളും വന്നു. ഒരു പെണ്ണിനെ അവൻ പോയി കാണത്തില്ല. അവന് പെണ്ണെന്ന് പറഞ്ഞ പെങ്ങന്മാര് അല്ലെങ്കിൽ അമ്മച്ചി. ആദ്യമായിട്ടാ ഒരു പെണ്ണിനെ പോയി കാണുന്നതും ഇഷ്ടപ്പെടുന്നതും. അത് മോളെ. പോയി കിടക്ക്. ഓരോ പച്ചക്കറി തോട്ടങ്ങളായിട്ട് മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇന്ന് കുറവുള്ള 7 ലക്ഷം ടൺ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതിന് നമ്മുടെ വീട്ടുവളപ്പുകളിൽ കൂടുതൽ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതിനുള്ള ഒരു പരിശ്രമം നിർബന്ധമായിട്ടും ഉണ്ടായാലേ സാധിക്കുകയുള്ളൂ. അതിന് സാധിക്കുമെന്നുള്ള കാര്യം ഞാനിവിടെ ജീവിതം ഒന്നേ ഉള്ളൂ മോളെ. നമ്മുടെ ജീവിതം നമ്മളാ നോക്കേണ്ടത്. തെറ്റുകുറ്റമില്ലാത്ത ആരാ ഉള്ളേ? മോളെടുത്തുകാട് തീരുമാനം ഒന്നും എടുക്കരുത്. പോയി വിളിച്ചടാ, ആ ഫുട്ബോളിങ് എടുത്തു. ഞാൻ വന്നൊരു കോതങ്കലത്ത് കാണിച്ചാൽ കിട്ടുമെന്ന് നോക്കാം. ഓ, പെട്ടെന്ന് പറഞ്ഞു. അമ്മച്ചി പ്രാർത്ഥിക്കാം. ശരി അമ്മച്ചി. അമ്മച്ചി പോലെ അമ്മച്ചി ഒറ്റയ്ക്കാക്കരുത്. അപ്പൊ ശരി, പോയിച്ചോ. പ്രിൻസ് എന്നാ ആലോചിക്കണേ? ഒന്നുമില്ല.
ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇച്ചിരി ടെൻഷനുള്ള വിഷയമാണ്. എന്താ? ഞാനിപ്പോ റിൻസിയെ വീട്ടിലാക്കാൻ വരുവാണല്ലോ. അപ്പൊ എന്നായാലും വീട്ടിൽ ഈ കാര്യം പറയുകയും ചെയ്യണം. അതാണ് എൻ്റെ ഒരു മര്യാദ. പക്ഷെ നമ്മൾ കാരണം വീട്ടുകാർക്കൊരു വിഷമം ഉണ്ടാന്ന് പറയുമ്പോൾ മനസ്സിനാണൊരു ബുദ്ധിമുട്ട്. താനപ്പോ ഞാൻ തന്നെ വീട്ടിലാക്കി പോയി കഴിഞ്ഞു എപ്പോഴെങ്കിലും താൻ ഈ കേസ് പറഞ്ഞാൽ മതി. എന്ത്? ഞാൻ ഒരു തരികട പാർട്ടിയാ, എൻ്റെ കൂടെ ഒത്തുപോകാൻ പറ്റത്തില്ലെന്നങ്ങ് പറഞ്ഞു. എന്നെ മോശമാക്കി സംസാരിച്ചു മതി. ഇതിപ്പോ ഞാൻ പറയുന്ന നമ്മൾ രണ്ടുപേരും കൂടെ ചേർത്ത് നിർത്തി ചോദ്യവും പറച്ചിലാവും. ഓ, അതൊക്കെ ഭയങ്കര വിഷയമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവണല്ലേ? യാത്രയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര ബ്ലോക്കായിരുന്നു. വണ്ടിക്കകത്തിരുന്ന് പഴുത്തുപോയി. അത് ഈ പെരുന്നാളിന്റെ തിക്കും തിരക്കും. ബാ, എന്തൊക്കെയുണ്ട് റിൻസി? വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു കേട്ടോ. അവാർഡ് കിട്ടിയ കാര്യം ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. ആ ഉവ്വ. അമ്മച്ചിയെ കാണുന്നില്ലേ? ആ പിന്നെ അമ്മച്ചെ കാണാം. എനിക്കധികം പോസ്റ്റ് തരില്ലേ, പെട്ടെന്ന് കൂടെ എത്തണം, അറിയാലോ. അമ്മച്ചി എങ്ങനെയുണ്ട് അമ്മച്ചി ഇപ്പോ കാലിന്? നിങ്ങളുടെ കാര്യം ഓർത്ത് കിടക്കുമായിരുന്നു. എന്താ താമസിച്ചേ? പള്ളി കയറിയോ? ഇല്ല അമ്മച്ചി. സമയം കിട്ടാൻ അമ്മച്ചി. എനിക്ക് ഇന്നലെ അങ്ങ് തിരിച്ചു പോകണം. എനിക്കൊരു അവാർഡ് കിട്ടിയത് അമ്മച്ചി അറിഞ്ഞായിരുന്നോ? അതിനൊന്ന് ഡൽഹി വരെ പോണം. അപ്പൊ ആ പേപ്പറൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാൻ വേണ്ടി. മോനെ പറയുന്നേ, കല്യാണം കഴിഞ്ഞ് ആദ്യമായി പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട് അപ്പൊ തന്നെ പോവാനോ? അത് പറ്റില്ല. എന്തായാലും ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോയാൽ മതി. പറ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ. അമ്മച്ചി സുഖായിരിക്കുന്നു? പിള്ളേരെല്ലാം നിർബന്ധിച്ചുകൊണ്ടിരിക്കുക റിൻസാൻറ്റിയുടെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞ്. അച്ഛൻ തിരക്കായതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ആഴ്ച അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. നിനക്ക് അവിടെ എങ്ങനെയുണ്ടോടി? നല്ല സുഖാൻറ്റി, ഒരു കുഴപ്പമില്ല. അമ്മച്ചി നല്ല സ്നേഹ. പിന്നെ അന്നീച്ചി, ടീന, സുരേഷ് ഗോപി ഒക്കെ ഉണ്ട്. സുരേഷ് ഗോപി അവിടെ വീട്ടിലെ പണിക്കാര്യങ്ങൾ നോക്കുന്ന ഗോപിച്ചേട്ടൻ്റെ മോനാ. സ്ലീവാച്ചിന്റെ ബ്രാൻഡ് ഏതാ? ഓ, അങ്ങനെ ഇന്ന ബ്രാൻഡ് ഒന്നുമില്ല, എല്ലാം അടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഒഴിക്കണ്ടോ, ഞാൻ ചവിടിയേക്കുവാ. പെരുന്നാളായിട്ട് സ്ലീവാച്ചിന്റെ കൂടെ അടിക്കാൻ വെച്ച് വന്നായിരുന്നു, അപ്പൊ അത് പോയി. അത് ശരി. അപ്പൊ അടി നിർത്തിയിട്ട് എത്ര ആളായി? കൃത്യമായിട്ട് പറഞ്ഞ കെട്ട് കഴിഞ്ഞപ്പോ അങ്ങ് നിർത്തി. റിൻസി, നീ അവിടെ ചെന്ന് സ്ലീവാച്ചിനാക്കി അടിമുടി മാറ്റിയെടുത്തല്ലോ. കൂർക്കയും പോർക്കും ഇത് റിൻസിമോടെ സ്പെഷ്യലാ. നീ ഇത് അവിടെ ചെന്ന് പരീക്ഷിച്ചായിരുന്നോ ഡി? ആ അതെന്നറിയോ, ഈ ധ്യാനമൊക്കെ ആയിരുന്നോണ്ടേ റിൻസിക്ക് സമയം കിട്ടിയില്ല. അത് കുഴപ്പമില്ല, ഇനിയെങ്കിലും പരീക്ഷിക്കാലോ. അമ്മച്ചി ഇന്നിനി ഇവിടെ നിന്ന് വരവ് നടക്കത്തില്ല. ഇവിടുത്തെ അമ്മച്ചി വിട്ടില്ലെന്ന്. അവിടെ അനച്ചില്ലേ? ആ, ഞാൻ രാവിലെ തന്നെ എത്തിക്കോളാം. ശരി.